വാർത്തയിലേക്ക്. കാർഷിക സർവകലാശാല VC ബി അശോകിന്റെ വീട്ടിലേക്ക് SFI പ്രതിഷേധം. ഫീസ് വർദ്ധിച്ചതോടെ താമരശ്ശേരി സ്വദേശിയായ വിദ്യാർത്ഥി TC വാങ്ങിയതിലാണ് പ്രതിഷേധം. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. PP സഫാൻ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. സഫാൻ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഇന്ന് കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ തുടർച്ച എന്നാണ് VC ബി അശോകിന്റെ വീട്ടിലേക്ക് രാത്രി SFI മാർച്ച് നടത്തിയത്. SFIയുടെ മാർച്ചിന് മുന്നോടിയായി ഈ വീടിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ചിരുന്നു. എന്നാൽ ഈ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ വീടിന്റെ മുന്നിൽ എത്തി മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ ഫീസ് വർധന പിൻവലിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തി SFI കാർഷിക സർവകലാശാലക്കെതിരെയും VC ബി അശോകിനെതിരെയും കുറച്ച് നാളുകളായി പ്രതിഷേധം തുടരുകയാണ്. അതിന്റെ ഇടയിലാണ് കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ ഒരു വിദ്യാർത്ഥി ഫീസ് വർധനവിനെ തുടർന്ന് TC വാങ്ങി പോരേണ്ട വാർത്ത വരുന്നതും അത് വലിയ ചർച്ചയാകുന്നതും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI മാർച്ച് നടത്തിയിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്ന് രാത്രി ഇപ്പോൾ 10:30 ശേഷവും ഈ ഒരു പ്രതിഷേധം തുടരുന്നത്. ഒരു വർഷം ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ 3 ഇരട്ടിയോളം ഫീസ് വർധന ഉണ്ടാകുമ്പോൾ അത് 1 ലക്ഷത്തിലധികം വരും. അങ്ങനെ 4 വർഷം പഠിക്കുമ്പോൾ 4.5 ലക്ഷം ഫീസ് ഇനത്തിൽ മാത്രം അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഈ അർത്ഥത്തിൽ ഇത് ഒരു സർവകലാശാലയ്ക്ക് ചേർന്നതല്ല, VCയുടെ ഇടപെടലാണ്. VCയുടെ അനധികൃതമായ ഇടപെടലാണ് ഇതിന് കാരണമെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് VC ബി അശോകിന്റെ നേതൃത്വത്തിൽ അശോകിന്റെ വീട്ടിലേക്ക് SFIയുടെ പ്രതിഷേധം തുടരുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായിരുന്നു പ്രതിഷേധം. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ ഇപ്പോഴും അവിടെ വീടിന്റെ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ, അതോ സമാധാനപരമായി പ്രതിഷേധിക്കുകയാണോ? ഇപ്പോൾ സംഘർഷത്തിന് ചെറിയൊരു അടവ് വന്നിട്ടുണ്ട്. എന്നാലും ബാരിക്കേഡിന്റെ അപ്പുറത്താണ് പ്രവർത്തകരുള്ളത്. VCക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. നമുക്കറിയാം PMC വിഷയത്തിൽ CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധമായി മറ്റൊരു സ്ഥലത്തുണ്ട്. ആ ഇടക്കാണ് ഒരു ബദൽ സമരം എന്ന നിലയിൽ CPI വകുപ്പിന്റെ ഒരു സർവകലാശാലയ്ക്ക് മന്ത്രി P പ്രസാദിന്റെ കീഴിലുള്ള വകുപ്പിനെതിരെ SFI സമരം നടത്തുന്നത്. CPIയുടെ വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെയും എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ സമരം ചെയ്യുന്ന അടക്കമുള്ള വിമർശനവും ഈ പ്രതിഷേധത്തിനിടെ ആ അർത്ഥത്തിൽ ഒരു ബദൽ സമരം കൂടിയായിട്ടാണ് SFI ഇതിനെ കാണുന്നത്. വലിയ പ്രതിഷേധമാണ് ഇന്ന് ഈ 10:30 ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പ്രതിഷേധത്തിന് ഇപ്പോൾ സംഘർഷത്തിന് ചെറിയ അടവ് വന്നിട്ടുണ്ട്. അനീഷ.